നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റിവേഴ്സ് ആപ്ലിക് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇന്നത്തെ ഡിസൈൻ ഇതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. 2 ക്ലൗൺ ഫിഷിനെയാണ് വരച്ചിരിക്കുന്നത്. സാധാരണ ക്ലൗൺ ഫിഷുകൾക്ക് കാണുന്ന 2 കളറുകൾ ഉള്ള തുണികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ചും ഡാർക്ക് ബ്രൗൺ. ഇതിൻ്റെ വളരെ ചെറിയ കഷ്ണം മതി. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് കട്ട് ചെയ്ത് മാറ്റേണ്ട ഭാഗങ്ങളിൽ ഇതുപോലെ ചെറിയതായിട്ട് നമ്മൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് മാറ്റേണ്ട ഭാഗം മാത്രമേ ഇങ്ങനെ ചെറിയ കട്ടുകൾ കൊടുക്കാൻ പാടുള്ളൂ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കട്ട് ചെയ്ത് മാറ്റാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെറിയ ചെറിയ വെട്ടുകൾ കൊടുക്കുന്നത്. കണ്ടോ, വെട്ടി മാറ്റേണ്ട ഭാഗങ്ങളിൽ മാത്രമാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫിഷിൻ്റെ വലിപ്പത്തിന് മാത്രമുള്ള ഒരു ചെറിയ പീസ് തുണി നമുക്ക് ഇവിടുന്ന് വെട്ടിയെടുക്കാം. ഈ ഒരു പീസ് മതി. അടുത്തത് അതും വെട്ടിയെടുത്തു. നമുക്ക് ഈ പീസ് ഈ മീനിൻ്റെ അടിയിൽ വെച്ചാണ് തയ്ക്കേണ്ടത്. ഇതിൻ്റെ അടിയിലോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ നേരിട്ട് തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പിൻ ചെയ്തതിന് ശേഷം തയ്ക്കാം. ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ആവശ്യമുള്ള ഭാഗത്തെ തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, നേരത്തെ ചെറിയ വെട്ടുകൾ കൊടുത്തിരുന്നതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നത് എളുപ്പമാണ്. അടിവശത്തെ തുണി കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധയോടെ വേണം ഇത് വെട്ടിമാറ്റാൻ. നല്ല ക്ലീനായി സ്റ്റിച്ചിനോട് ചേർത്ത് വേണം വെട്ടിമാറ്റാൻ. ഞാനിതെല്ലാം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മാത്രം ചെയ്തും റിവേഴ്സ് ആപ്ലിക്ക് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് നമ്മുടെ ക്ലൗൺ ഫിഷ് കുറേ കൂടെ ഭംഗിയായിട്ട് അതിൻ്റെ ഒരു ക്ലൗൺ ഫിഷിൻ്റെ ഒരു ഭംഗി കിട്ടണം. അതുകൊണ്ട് നമ്മളത് പിന്നെ ഡെക്കറേറ്റ് ചെയ്ത് തയ്ക്കുന്നുണ്ട്. മുഖവും കണ്ണും എല്ലാം ചെയ്ത് നമ്മൾക്കിത് ഡെക്കറേറ്റ് ചെയ്ത് തയ്ക്കും. അടിയിലെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ സാറ്റിൻ സ്റ്റിച്ചിൽ തയ്ച്ചു പോകാം.
ഇവിടെ പുറകിൽ ഡിസൈൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തുണിയുടെ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. കമൻറ്റ് ചെയ്യണം. സംശയം ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ്. വീണ്ടും മറ്റു നല്ല വീഡിയോ ആയിട്ട് കടന്നു വരാം. നന്ദി.